അതെ, ഞാനൊരു വലിയ കോണ്ടന്റ് ക്രിയേറ്ററോ അല്ലെങ്കിൽ ഭയങ്കര സംഭവമൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ പിന്നെന്താ ചെയ്യുക? പറയുക. എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേര്, വളരെ ചുരുക്കം പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഞാൻ ചെയ്യുന്ന റീല് കാണുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. ഈ പഴയ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. പഴയ കാലത്തിലേക്ക് പോയതുപോലെ ഉണ്ട് എന്നൊക്കെ. അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണ്. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സന്തോഷിക്കാറുണ്ട്. കുഞ്ഞു 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 കാര്യങ്ങളിൽ, എൻ്റെ ചുറ്റിലുള്ള കുഞ്ഞു കാര്യങ്ങളിൽ ഞാൻ സന്തോഷം കണ്ടെത്താറുണ്ട്. വലിയ കാര്യങ്ങൾ തന്നെ വേണമെന്നില്ല അല്ലേ സന്തോഷിക്കാനായിട്ട്. കമ്മിങ് ടു ദ പോയിന്റ്, എന്താണെന്ന് വെച്ചാൽ ഈ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ആരും കൊണ്ടുത്തരില്ല. ഞാൻ ഈ മുന്നേ ഒരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞ പോലെ, ആശാശരത്ത് പറഞ്ഞ പോലെ, നമുക്കാരും അത് കൊണ്ടുത്തരില്ല. നമ്മളായിട്ട് നമ്മുടെ ഉള്ളിലെ സന്തോഷത്തിന് കണ്ടെത്തണം. അതാണ് പോയിന്റ്. ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. പിന്നെ ഓരോരുത്തർക്ക് ഓരോ ടൈപ്പായിരിക്കും സന്തോഷം എന്ന് പറയുന്നത്. പലർക്കും പല രീതിയിലായിരിക്കും സന്തോഷം കിട്ടുന്നത്. സോ വി കനോട്ട് ജഡ്ജ്. സന്തോഷം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം കുറച്ച് കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ചില കാര്യങ്ങൾ പറയുക എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, നെവർ ജഡ്ജ് അതേഴ്സ് ലൈഫ് വിത്ത് അവേഴ്സ്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഇല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ട്, അത് രണ്ടും തമ്മിൽ വെച്ചിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ബിക്കോസ് എവറി ഇൻഡിവിജ്വൽ ഈസ് യുണീക്ക്, എവറി ജേർണി ഈസ് ഡിഫറെൻറ്റ്. എല്ലാവരും സഞ്ചരിക്കുന്ന യാത്രകൾ വ്യത്യസ്തമാണ്, എല്ലാവരും കാണുന്ന കാഴ്ചകളും വ്യത്യസ്തമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസും എന്താ പറയുക, ആ ഒരു ഗ്യാപ്പും പല കാര്യങ്ങളിലും ഉണ്ടാവും, സ്വാഭാവികം. സോ കമ്പാരിസൺ നിർത്തുക, ഒഴിവാക്കുക. ഇന്നത്തെ കാര്യം, കുഞ്ഞു 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 കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. എക്സാമ്പിൾ, ചിലർക്ക് പാട്ട് കേട്ടാൽ സന്തോഷം കിട്ടും, വേറെ ചിലർക്ക് യാത്രകൾ ചെയ്താൽ സന്തോഷം കിട്ടും, ചിലർക്ക് കുക്ക് ചെയ്താൽ സന്തോഷം കിട്ടും, ഗാർഡനിങ് ചെയ്താൽ സന്തോഷം കിട്ടും. ഈവൻ സൺസെറ്റോ സൺറൈസോ കണ്ടാൽ തന്നെ സന്തോഷം കിട്ടുന്നവരുണ്ട്. നീ ഒരുപാടൊന്നും പറയണ്ട, നമ്മളെ സന്തോഷിപ്പിക്കുന്ന എന്ന് വിചാരിച്ചിട്ട് ഒരാളോട് സംസാരിക്കരുത്. അല്ലാതെ തന്നെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരാളോട് സംസാരിച്ചാൽ സന്തോഷം കിട്ടും തോന്നുകയാണെങ്കിൽ ഡു ഇറ്റ്. പിന്നെ ചിലരുടെ പ്രസൻസ് നമുക്ക് സന്തോഷം, ഹെൽപ്പ് ചെയ്താൽ സന്തോഷം കിട്ടും. ചിലരുടെ ലൈഫിൽ ഇടിച്ച് കയറി സർപ്രൈസസ് കൊടുക്കുക, ചാർലി പറയും പോലെ, അതിലും സന്തോഷം കിട്ടും. ചിലർക്ക് ഡാൻസ് ചെയ്താൽ സന്തോഷം, ചിലർക്ക് പ്രാർത്ഥനയിലൂടെ സന്തോഷം കിട്ടും. അങ്ങനെ 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 എവറിത്തിങ് ഈസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ സന്തോഷങ്ങൾ പല വിധത്തിലാണ്. അപ്പോൾ നമുക്ക് അത് ഫൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ പിന്നാലെ പോയാൽ, ലോകം മൊത്തം നമ്മൾ കീഴടക്കി എന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷവും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു യൂസും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ അത് നേടി, നമ്മൾ ഇത് നേടി, പലതും വെട്ടിപ്പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടും നമുക്കവിടെ ഒരു സന്തോഷമില്ല. ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല, സമാധാനത്തിലൊന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ആരുടെ അടുത്തൊന്ന് ചിരിക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള ഒരു മൊമെൻറ്റ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് നേടിയിട്ടും എന്താണ് കാര്യം? നമ്മൾ എന്തൊക്കെ നേടിയാലും അതൊന്നും നഷ്ടപ്പെടാൻ ചിലപ്പോൾ ഒരു സെക്കൻഡ് പോലും വേണ്ടി വരില്ല. അപ്പോൾ എന്ത് നേടിയിട്ടുണ്ടെങ്കിലും അത് ചെറുതായാലും വലുതായാലും അതിൽ നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. ഈ വിജയൻ ദാസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ പോലെ എല്ലാറ്റിനും അതിൻ്റേതായ ഒരു സമയമുണ്ട്. ആ ടൈം ആകുമ്പോൾ എല്ലാം കറക്റ്റ് ടൈമിൽ നമ്മുടെ കയ്യിലെത്തും. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് പ്രേ. അപ്പോൾ സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ പീസ്ഫുൾ. ബൈ.